നരകത്തിലെ 7 രാജാക്കന്മാരിൽ ഒരാളായി അസ്മോഡിയസിനെ പരാമർശിച്ചിരുന്നു. 7 മാരകമായ പാപങ്ങളിലൊന്നായ കാമത്തെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നു. ക്രൂരനായ ഒരു രാക്ഷസനെന്ന് തന്നെ പറയാം. എന്നാൽ ആദ്യകാലത്ത് ഇദ്ദേഹം സ്വർഗ്ഗത്തിലായിരുന്നു. അന്ന് സുന്ദരമായ മാലാഖയുടെ രൂപമാണ്. എന്നാൽ ലൂസിഫറിന്റെ ഒപ്പം കൂടി ദൈവത്തിനെതിരെ തിരിഞ്ഞ ലൂസിഫറിന്റെ അനുയായിയായിരുന്നു ഇദ്ദേഹം. സ്വർഗ്ഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇദ്ദേഹം ദൂതനായ റാഫേലിനോട് പരാജയപ്പെട്ടു. റാഫേൽ അവന്റെ ശരീരത്തിലെ സിംഹഭാഗം ക്രൂരമായി പറിച്ചെടുത്തു കളഞ്ഞു. എന്നാലും അസ്മോഡസ് ഈ പരിക്കിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു, സുഖം പ്രാപിച്ചു. എന്നാലും ആദ്യം ഭാഗമായിരുന്ന സിംഹം ഇപ്പോൾ കീറിമുറിക്കപ്പെട്ടു. അതു പിന്നീട് വളർത്തുമൃഗവും കുതിരയുമായി മാറി. കാമത്തിന്റെ പിശാചായതിനാൽ ആളുകളുടെ ലൈംഗികാഭിലാഷങ്ങളെ ഉത്തേജിപ്പിച്ച് അവരെക്കൊണ്ടു വ്യഭിചാരമെന്നു വേണ്ട എല്ലാം കാമസംബന്ധമായ പ്രവൃത്തികളിലേക്കും നയിക്കുന്നു. അസൂയ, ചൂതാട്ടം, ചതി, കോപം, കളവു പ്രേരിപ്പിക്കുക, ലഹള സൃഷ്ടിക്കുക, അങ്ങനെ പോകുന്നു. ഒറ്റയ്ക്കല്ല, നൂറുകണക്കിന് ചെറിയ പിശാചുകൾ ഇദ്ദേഹത്തിന്റെ സഹായത്തിനുണ്ട്. അസ്മോഡിയസിന്റെ വഴികളിലേക്ക് വീഴുന്ന ആളുകൾക്ക് നരകത്തിന്റെ 2ാം തലത്തിൽ നിത്യത അനുഭവിക്കേണ്ടിവരും. നരകത്തിലെ എല്ലാ ചൂതാട്ട വീടുകളുടെയും മേൽനോട്ടക്കാരനുമാണ് ഇദ്ദേഹം. അസ്മോഡിയസ് ലില്ലിത്തിനെ തന്റെ ഭാര്യയാക്കി. ലില്ലിത്തിന് ഇവന്റെ സാന്നിധ്യം ഇഷ്ടമല്ലായിരുന്നു. എന്നിരുന്നാലും ഇണചേർന്നപ്പോൾ ലിലിത്ത് 2ാമത്തെ ഒരു കൂട്ടം പിശാചുക്കളെ സൃഷ്ടിച്ചു. പേർഷ്യയിലെ പുരാണങ്ങളിൽ അസ്മോഡിയസ് ദേവന്മാരിൽ ഒരാളാണ്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പേർഷ്യൻ സംസ്കാരം, അതായത് സോറോആസ്ട്രിയൻ മതത്തിൽ അസുര എന്നവർ നല്ലവരും ദേവ എന്നത് വില്ലന്മാരുമാണ്. എന്നാൽ അത് ജൂതമതത്തിലെ ഒരു നരകീയ അസ്തിത്വവുമാണ്. എന്നാൽ ചില ജൂതപണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹം ചൂതാട്ട കാസിനോകളെ ഭരിക്കുന്നു എന്ന് മാത്രമല്ല, സംഗീതം, നൃത്തം, നാടകം എന്നിവയുടെ സ്രഷ്ടാവാണെന്നുമാണ്. വേറെ ചിലരുടെ വിശ്വാസത്തിൽ കായീനും നാമയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ സന്തതിയാണ് അസ്മോഡിയസ് എന്നാണ്.